Hello my lovely viewers, welcome back to my channel. Guys, അങ്ങനെ ഞാൻ പോകുകയാണ്. എങ്ങോട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UAE-യിലേക്കാണ്, അച്ഛൻ്റെ അടുത്തേക്കാണ്. പഠിക്കാനാണ് പോകുന്നത്. എനിക്ക് അഡ്മിഷൻ ദുബായിലാണ് എടുത്തിരിക്കുന്നത്. സോ ഐ എം ഗോയിങ് ഗൈസ്. ഇവിടുത്തെ പെട്ടി കെട്ടൽ ചടങ്ങുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. കുട്ടൂസൻ ചിത്തൂസൻ ഇതാ പെട്ടികൾ കെട്ടുകയാണ്. നമ്മളെങ്ങോട്ട് പോകുന്നു? ബൈ ബൈ ബൈ. പാണ്ഡെ ഇതിനിടയ്ക്ക് ആയിട്ട് പഠിച്ച് ചേച്ചിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. മതി. അമ്മച്ചി വലമ്മച്ചി ഞാൻ 3 വർഷം ടാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ ഇറങ്ങിയിരിക്കുന്നു. ചേച്ചിതു ജിത്തു സാർ ഓക്കെ, എല്ലാവരും ഉണ്ട്. നമ്മൾ 4 പേരും കൂടാണ് പോകുന്നത്. സോ ഇന്ന് നമുക്ക് അല്ല, ഞാനും ചേച്ചി എയർപോർട്ടിലേക്ക്, കുട്ടൂസും ജിത്തൂസും ഞങ്ങളെ കൊണ്ടുവിടാൻ. അത് കഴിഞ്ഞിട്ട് അവര് തിരിച്ചു വീട്ടിൽ പോകും. കുട്ടൂസൻ 1 മാസത്തെ ലീവ് കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരും അല്ലേ കുട്ടൂസൻ? അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കുട്ടൂസനെ വിളിക്കും. കുട്ടൂസൻ ഇവിടെ ഭയങ്കര പ്രശ്നം, ഓടി വരൂ. വിളിക്കും കോളേജ്. ഓക്കെ, അങ്ങനെ എയർപോർട്ട് എത്തിയിരിക്കുന്ന ഗൈസ്. നീണ്ട കുറെ ട്രാവലിനിടയ്ക്ക് ഞാൻ ചത്ത്. എനിക്ക് ഈ വ്ളോഗ് എടുക്കാനൊന്നും മൂഡ് കൂടിയില്ല കേട്ടോ. അപ്പൊ ശരി, എനിക്കില്ല. ഫോട്ടോ പോലെ ഗൈസ്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വ്ളോഗ് എടുക്കാൻ തീരെ മൂടില്ല കേട്ടോ. കാരണം ട്രിവാൻഡ്രം ആയിരുന്നെങ്കിൽ ഓക്കെ, ഇത് കൊച്ചി വരെ വന്നതിൻ്റെ ക്ഷീണം ഒന്ന്, പിന്നെ നടു നല്ല പെയിനുണ്ട് അത്ര ഇരുന്ന് വന്നതിൻ്റെ. ഇനി ഫ്ലൈറ്റിൽ കയറിയിട്ട് എത്ര നേരം ഇരിക്കണമല്ലോ എന്നൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ചേച്ചി ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്തോ. കറക്റ്റ് ബുക്കിൻ്റെ സെക്ഷനിൽ പോയി നിൽപ്പുണ്ട്. എങ്ങനെ എവിടുന്ന് പോയാലും കണ്ടുപിടിച്ചോളൂ. ഓക്കെ ഗൈസ്, അപ്പം ഫുഡ് വിശക്കുന്നു. നമ്മൾ പുറത്തുനിന്ന് കഴിക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ലേറ്റായിപ്പോയി. കൊച്ചി ഇങ്ങനെ എത്താൻ കുറച്ച് താമസിച്ചു പോയി. സോ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചില്ല. സോ അകത്ത് കയറി വെച്ച് നല്ല കോസ്റ്റ്ലി ഫുഡ്
ഒന്നുമില്ല, ടേസ്റ്റ് കൂടിയില്ല. വന്നിട്ട് കോസ്റ്റലി ഫുഡ്. വെജ് ബിരിയാണി, ചിക്കൻ ബിരിയാണി ഇല്ലായിരുന്നു അന്ന്. ചേച്ചിക്ക് പിന്നെ ഉണക്ക ബ്രെഡ് കൊടുത്തവിടെ അങ്ങോട്ട് ഉണക്ക ബ്രെഡ് കൊടുത്ത് അങ്ങോട്ടേക്ക് ബ്രെഡും. പക്ഷെ ഇതിനകത്ത് കൈയുടെ ഇപ്പം കുറച്ച് കഴിഞ്ഞ് വരും. ബ്രെഡും ഭയങ്കര ഡിമ്മാണ്, ഭയങ്കര ലൈറ്റ് കുറവ്. ഇനി അച്ഛൻ്റെ അടുത്തേക്ക് പോകണം. അങ്ങനെ നമ്മൾ ദുബായ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. ഒരു ചത്തൊരു വരിയായി, കുഴപ്പമൊന്നുമില്ല. അപ്പം അച്ഛൻ കാർ പാർക്ക് ചെയ്യാനായിട്ട് പോയി. ഞങ്ങളിന്ന് ഫ്രഷ് ആവാൻ പറഞ്ഞു. സോ ഇനി നല്ലൊരു ഉറക്കം ഉറങ്ങണം. എനിക്ക് നല്ല ഉറക്കത്തിൻ്റെ ഇതുണ്ട്. സോ ഇനി ഉറങ്ങണം. ഗുഡ് നൈറ്റ്. നമ്മൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മന്തി വാങ്ങാൻ നിൽക്കുകയാണ്. എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ 2 സാധനങ്ങൾ മസ്റ്റാണ്. മന്തി മസ്റ്റൊന്നുമല്ല, അങ്ങനൊന്നുമില്ല. എന്താണ് ലബാൻ, അതെനിക്ക് കുടിക്കണം. ഞാൻ നേരത്തെ ഇട്ട ആ ക്ലിപ്പ് ഇവിടെ UAE-ലെത്തി എന്നുള്ള ഒരു ഇൻഫോർമേഷൻ തന്നെ അത് കുടിക്കുമ്പോൾ അതിനകത്തുണ്ട്. സോ ടേസ്റ്റി ആൻഡ് റിഫ്രഷിങ്. അച്ഛൻ എൻ്റെ അടുത്ത് ചോദിക്കുക, എന്ത് കോലമാടി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനും അച്ഛനും ഒരേപോലെ മെലിഞ്ഞിരിക്കുക. പിന്നെ ഞാൻ കൊച്ചുകുട്ടിയല്ലേ, കൊച്ചുകുട്ടികളായ മെലിഞ്ഞിരിക്കും. ഇനിയല്ലേ വളരുന്നത്, അല്ലേ ചേച്ചി? ശരിയാ. അയ്യോ ഹരണം. അമ്മേ 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 അമ്മേ. Guys, seriously, I forgot to take morning videos. കാരണം എണീറ്റപ്പം ഒരു 11 മണി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് ഇന്നലത്തെ മന്തി തന്നെ നമ്മൾ കഴിച്ചു. അത് തീർക്കണമല്ലോ, അത് കഴിച്ചു. ഇനിയിപ്പോൾ ഞാനിവിടെ വെറുതെ കുത്തിയിരിക്കുന്നു. ചേച്ചി ഓഫീസിൽ പോകാൻ റെഡിയാക്കുകയാണ്. ചേച്ചി ഓഫീസിൽ പോകാൻ റെഡിയാവുകയാണ്. എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞതാ മൺഡേ പോവാന്ന്. വന്നിട്ട് കിടന്നുറങ്ങി. എനിക്ക് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ലാൻഡ് ചെയ്ത സമയത്ത് ഇങ്ങോട്ടൊരു ചെരിവ്, പിന്നെ അങ്ങോട്ടൊരു ചെരിവ്, പിന്നെ ഇങ്ങനെ ഒരു ചെരിവ്, പിന്നെ ഇങ്ങനെ താത്തി ഇങ്ങനെ ഇറക്കിയത്. അതെന്തിനാ റൈറ്റും ലെഫ്റ്റും ചരിച്ചതെന്ന് എനിക്കറിയത്തില്ല. എനിക്കിവിടെ നമ്മൾ മറ്റേ വണ്ടർലയിലൊക്കെ പോയി കഴിയുമ്പോൾ ഇങ്ങനെ നമുക്കൊരു ഹാങ് ഓവർ കണക്കല്ലേ, അതുകൂട്ടായിരുന്നു. ഇങ്ങനെ ആടുമായിരുന്നു. സോ അതുകൊണ്ട് നല്ല ടയർഡായിട്ട് ക്ഷീണിച്ചങ്ങ് ഉറങ്ങിയത്. എനിക്ക് ദുബായ് എയർപോർട്ടിനെക്കാട്ടിലും എനിക്ക് അബുദാബി എയർപോർട്ടാണ് ഇഷ്ടപ്പെട്ടത്.
കാരണം ഇപ്പം ഞാൻ ദുബായ് എയർപോർട്ടിൽ ഇപ്പോൾ സെക്കൻഡ് ടൈമോ സംതിങ്. അപ്പം ഞാൻ കരുതി ദുബായ് എയർപോർട്ട് ഇച്ചിരി ഹൈപ്പൊക്കെ കാണും, കാരണം മറ്റേതെനിക്ക് നല്ല ഓർമ്മയില്ല അധികം. പക്ഷേ സെയിം എനിക്ക് വലിയ എയർപോർട്ടൊക്കെയാണ്, പക്ഷേ എനിക്ക് സെയിമായിട്ട് തന്നെ തോന്നി, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിലും ഭേദം അബുദാബി എയർപോർട്ട് തന്നെയാണ്. ഇറ്റ്സ് നൈസ്. സോ ഗൈസ്, യുഎഇലത്തെ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. എയർപോർട്ട് വ്ളോഗൊക്കെ കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഈവനിങ് ഷോപ്പിങ്ങിന് പോവുകയാണ്. കുറച്ച് ഹോസ്റ്റൽ തിങ്സ് വാങ്ങാനുണ്ട്. സോ ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, നൗ ഐ എം ഗോയിങ് ടു അബുദാബി മാൾ. ചേച്ചി അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ ചേച്ചീൻ്റെ അടുത്തേക്ക് പോവുകയാണ്, ഷോപ്പ് ചെയ്യണം. സോ ചേച്ചീനെ കണ്ട് ചേച്ചീനെ കൂട്ടിയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പോകുക. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ അബുദാബി മാളിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ ഗൈസ്, ഞാൻ ചേച്ചീനെ കണ്ടുപിടിച്ചിരിക്കുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തു ഇതിനെ ഒന്ന് കണ്ടുപിടിക്കാൻ, ഇറങ്ങി വരണ്ടായോ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു H&M. അബുദാബി മാളിനകത്ത് കയറി കഴിഞ്ഞാൽ ഫുള്ള് കടകളുണ്ട്. ഏത് കടയാണ് വേണ്ടത് ഇങ്ങനെ കയറിക്കും അങ്ങനെ. സോ there is lot of കടാസ് ഷോപ്പ്. എൻ്റെ മാതിരി പറക്കെടുക്കാൻ തോന്നുന്നുണ്ട്. എന്താണ് ചെയ്യുന്നത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഇതായിരിക്കും അമ്മയുടെ പറഞ്ഞ് തുണിയൊന്നും എടുക്കരുത്, നാട്ടിൽ നിന്ന് കുറേ കൊണ്ടുവന്നു. പക്ഷേ പൂജയമ്മ എനിക്ക് തുണി എടുക്കുകയാണ് കോളേജിലിടെ. കയ്യിൽ എടുത്ത് വച്ചിട്ടുണ്ട്. സൈഡിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇരിക്കുന്നത് മിക്കവാറും എല്ലാം കൂടെ വരിപ്പറക്കെ എടുക്കും. She bought me a necklace. 10,000 രൂപ കഴിയുമ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണ്. സോ I need to act like, oh surprise, you bought me a necklace. എന്ത് ചെയ്യാനാ ഒരു കാര്യം. സർപ്രൈസ്. This is for her gift. Oh my god, എന്താണ് ഇതിപ്പോൾ വാങ്ങിച്ചത്? ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ വരുന്നതായിരിക്കും. നെക്ലസ് ആണെന്നറിയാം, ബട്ട് അൺബോക്സ് ചെയ്ത് ഞാൻ പിന്നെ കാണിക്കുന്നതായിരിക്കാം. പിങ്ക് പിങ്ക് ഗൈസ്, ഇപ്പം മിനിസോയിലാണ്. ഐ നീഡ് ടു ബൈ പച്ചക്കണ്ണന് ടോയ് വാങ്ങണം. സോ ഐ എം ട്രൈങ് ടു ഫിഗർ ഇറ്റ്. ഏതെങ്കിലും ഒരെണ്ണം എടുക്കണമല്ലോ, ബട്ട് എനിക്കിവിടെ എല്ലാം എടുക്കാൻ തോന്നുന്നുണ്ട്. ദാറ്റ്സ് വൈ എല്ലാം എടുക്കാൻ തോന്നുന്നുണ്ട്. എനിക്ക് കൂടി വരിപ്പറക്കി എടുക്കാൻ തോന്നുന്നുണ്ട്, ബട്ട് എന്നെ ഓടിക്കും. സോ പച്ചക്കണ്ണിന് മാത്രം ഓർമ്മ എടുക്കാം. ബട്ട് എനിക്ക് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, ഏതെടുക്കും എന്നൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, മിനിസോ ഓൾ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ ഗൈസ്, ഫൈനലി റൂമിൽ വന്നിരിക്കുന്നു. ഇത് ഞാനൊന്ന് പൊട്ടിച്ചു, അമ്മേനെ കടിക്കാൻ വേണ്ടി ഞാനൊന്ന് പൊട്ടിച്ചു. പിന്നെ ഒന്നുകൂടെ വേണേ അൺബോക്സ് ചെയ്യാൻ, വിരോധമൊന്നുമില്ല. ബർത്ത്ഡേ ഗിഫ്റ്റ്. മൈ ഗോഡ്, ഇത് ഇട്ടിട്ടുള്ള ഒരു ക്ലിപ്പ് ഞാൻ ഇട്ടേക്കാം. ബട്ട് ഞാൻ ഇപ്പോഴേ വെയർ ചെയ്യുന്നില്ല.
പിന്നെ ഇതിൻ്റെ പ്രൈസ് അമ്മ കാണുന്നതിനാൽ ഞാൻ പറയുന്നില്ല. ഇറ്റ്സ് കോസ്റ്റ്ലി. അമ്മട് വെട്ടി വെട്ടി കറി വെക്കും, അതുകൊണ്ട് ഞാൻ സീക്രട്ടായിട്ട് പിന്നെ പറഞ്ഞുതരാം. സോ ഗൈസ്, ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഇനി അങ്ങോട്ട് വ്ളോഗ്സുകൾ വരുന്നതായിരിക്കും. എൻ്റെ ദുബായ് സ്റ്റഡീസ് വ്ളോഗ്സും ഹോസ്റ്റൽ വ്ളോഗ്സും അങ്ങനെ കുറേ അല്ലറ ചില്ലറ വേണ്ടാത്ത വ്ളോഗ്സും എല്ലാം ആയിരിക്കും. പിന്നെ എന്താണ് ഷോർട്സൊക്കെ ആയിട്ട് ഡേ 1 ഡേ 2 എന്ന് പറഞ്ഞിടണമെന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ, സ്റ്റഡീസും ഇതും കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണ്ടേ. സോ നമുക്ക് കാണാം. സോ അങ്ങനെ നമ്മൾ UAE ലാൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ബൈ ഗൈസ്.